കോഴിക്കോട് നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമാണ് അരക്കിണർ. അരക്കിണറിലുള്ള റെസിഡൻസിൽപ്പെട്ട കുറച്ച് സ്ത്രീകൾ നിങ്ങൾ കാണുന്നില്ലേ? ഏതാണ്ട് 60 പേരാണ് ഇവിടെ ഉള്ളത്. രാവിലെ 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇവർ 6 മണിക്ക് എല്ലാവരും ഒത്തുചേരുന്നു. കണ്ടില്ലേ, യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഭൂരിപക്ഷ ആളുകളും. ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നതും പറയുന്നതും. കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ ഇവിടെയുണ്ട്. അവർ ഇവിടെ വന്നിട്ട് അവർക്ക് വന്ന മാറ്റങ്ങൾ എല്ലാമാണ് കാണിക്കുന്നത്. ജമീല മാക്സിമം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയായോ? 4 മാസം. എല്ലാ ദിവസവും വന്നില്ല? ഒരു ദിവസം വന്നില്ല. ഒറ്റ ദിവസം 4 മാസത്തിന്റെ അടുത്ത് ഒരു ദിവസം അതിനകത്ത് അവര് കൊടുക്കണല്ലോ അല്ലേ? നോമ്പിന് വന്നു, എല്ലാ ദിവസവും വന്നു. നോമ്പിന് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ക്ഷീണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒന്നുമില്ല. കൈ കാല് വേദനകളൊക്കെ സമാധാനമാണ്. തരിപ്പ് ഊരവേദന ഒക്കെ ഉണ്ടായിരുന്നു. മരുന്ന് കുടിക്കുന്നുണ്ട്. ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊക്കെ മാറ്റമുണ്ട്. ഡോക്ടർ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറേ നടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പള്ളിൻ്റെ അവിടെ ഇങ്ങോട്ടൊക്കെ നടക്കും. എത്ര കുട്ടികളുണ്ട്? 3 ആള്. ഇവിടെ താമസം എവിടെ? അരക്കിണർ പള്ളീൻ്റെ അടുത്ത്. പള്ളീൻ്റെ അടുത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും? എത്ര ദൂരം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്? 10 മിനിറ്റ് നടക്കാറുണ്ട്. 10 മിനിറ്റ് നടന്ന് വന്നിട്ട് ഇവിടുന്ന് കളിക്കും, അതേമാതിരി തിരിച്ചു പോകും. എല്ലാ ദിവസവും വരുന്ന ആളാണ്. പേര് പറയും. പേര് ഫാത്തിമ. എവിടെ സ്ഥലം? ഇവിടെ തന്നെ ചിന്താ റെസിഡൻസി. ഓക്കെ. അവിടെ നിന്ന് വരുന്നത് മണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ ഇവിടെ 2 ഷോൾഡറും വേദന എനിക്ക് ഇവിടെ വരുമ്പോ. പക്ഷെ അതൊക്കെ നല്ല മാറ്റം വന്നു. നല്ല മാറ്റമുണ്ട്. ഉന്മേഷമുണ്ട് ശരീരത്തിന്. നല്ലൊരു ഉന്മേഷം, ശരീരത്തിന് ഒരു ഉണർവ് തോന്നുന്നു. ഷുഗറും നോർമലായി. ഓടിപ്പോ 1 കിലോമീറ്റർ ഓടണം എന്ന് പറഞ്ഞപ്പോ ഓടാൻ പറ്റുമോ? ഏകദേശം ഒക്കെ നോക്കും. കൈകാലിലെ വേദനയൊക്കെ ഉണ്ട്, അതിനൊക്കെ കൈകാലിലെ വേദനയൊക്കെ ആയിരുന്നു, അതൊക്കെ ആക്കണ്ട്. പിന്നെ ഊരവേദന ഉണ്ടായിരുന്നു, അതൊക്കെ പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷറിന് കുറച്ച് കുറവാണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ട്. ഷുഗറും കുറവുണ്ട്. പിന്നെ വേദന കുറേ വ്യത്യാസം, എത്രയോ വ്യത്യാസമാണ് എനിക്ക്. കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ ജോലി എടുക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ബുദ്ധിമുട്ട് സാറായി. ഇപ്പം നല്ല ശരീരത്തിന് കൈ ഇങ്ങനെ വെക്കാനും ഇതാക്കാനൊക്കെ എത്രയോ തുക. ആദ്യം 65 ഉണ്ടായിരുന്നു, 65 ഉണ്ടായിരുന്നു. പിന്നെ തൂക്കം ഇപ്പൊ 53 തൂക്കം കുറഞ്ഞു. ഒക്കെ ഇങ്ങനെ വന്നതിനെ കൊണ്ട് തൂക്കം കുറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഭക്ഷണം കുറച്ചുപാട് കഴിച്ചാളിന്നാണ്. ഭക്ഷണം കുറച്ച് കഴിക്കുന്നുണ്ട്. 63 കിലോ വെയിറ്റ് 10 കിലോ കുറച്ച് ഈ ഒരു 4 മാസം കൊണ്ട് അല്ലേ? കൈവേദനൊക്കെ എല്ലാം ആക്കണ്ട്. ഇവിടെ വേദന എഴുതും. അപ്പൊ അതിനൊക്കെ ആക്കാം. താങ്ക് യു. ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായി? 4 മാസമായി. നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന്? എനിക്ക് ഫസ്റ്റ് തന്നെ 12 ദിവസം ചെയ്തപ്പോൾ തന്നെ 1.5 കിലോ കുറഞ്ഞു. പിന്നെ ഷുഗർ കുറവുണ്ട്. ചെയ്തെന്ന് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെയിറ്റ് കുറഞ്ഞു. പിന്നെ അസുഖങ്ങൾ എന്താ ഉണ്ടായിരുന്നു? ഷുഗർ ഉണ്ടായിരുന്നു. കൈക്കും നല്ല ആയാസമുണ്ട്. അന്ന് അലോണം ഇരുന്ന് എഴുന്നേൽക്കാൻ എപ്പോഴും പറ്റില്ല. കാരണം ഷോൾഡറിന് തേമാനുണ്ട്, ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉണ്ട്. എന്നാലും എല്ലാം ചെയ്യുന്നുണ്ട്. മാസമായിട്ട് തുടങ്ങിയ എക്സസൈസ് ആണ്. ചായ പരിപാടി ഉണ്ടാവുന്നുണ്ട്. അധികം ചായ കുടിക്കും, 2 പാട്ട് പാടി പിരിയൂലേ. അതുപോലെ നമ്മുടെ മാത്തോട്ടത്തിന്റെ ട്രെയിനർ ബേപ്പൂരിന്റെ
ഓൺലൈൻ കോർഡിനേറ്ററായി അന്വേഷണ ഇവരൊക്കെ ക്ഷണിച്ചു വരുത്തിയത് അതിനൊക്കെ അറിയണല്ലോ കുറെ ആളുകൾ നിങ്ങളുള്ളത്. അപ്പൊ ഇവിടെ എത്തിയ ഞാന് മെക്സവലിന്റെ പേരിലും നമ്മുടെ കോൺഫോണിറ്റ് അരങ്ങേറിന്റെ പേരിലും പ്രത്യേക സ്വാഗതം പറയുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ്. 6 മണിക്ക് കഴിഞ്ഞ് കൊണ്ടുവന്ന് എല്ലാവരും പോകുന്ന ആളുകളാണ്. ആർക്കും സമയമില്ല, നമുക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. നാട്ടുകാർക്ക് അവിടെ വൈകുന്നേരം പകല് വന്ന് കൊടുക്കാൻ ട്രെയിനറില്ലായിരുന്നു. വേപ്പൂരിൽ ട്രെയിനറാണ് നേരത്തെ. ആ ട്രെയിനർക്ക് പകല് മാത്രം പാർക്കത്ത് വരാനും വേപ്പൂരിൽ പോകാനും കഴിയാത്തതുകൊണ്ട് വൈകുന്നേരം വരാന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും. അത് കുറച്ച് ആളുകളായിരുന്നു, 10 ആളുകൾ. നമ്മളെ കെരുക്കിന്റെ ഭാര്യ, റസാഖാന്റെ ഭാര്യ, പേരെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ അവരെ മക്കളെ കൂടെ തന്നെ തുടങ്ങിയത്. പിന്നെ അപ്പൊ ഇവര് നമുക്ക് ഏപ്രിൽ 5 ഹോം യൂണിറ്റുകളാണ്. ഒന്നാണ് ബസ്സെടുത്തത് അതോടൊപ്പം റെയിൽവേയോടുണ്ട്. നേരത്തെ വേപ്പൂർ ഭാഗത്ത് 120 ആളുകളുണ്ടായില്ല. വേപ്പൂർ 1 ആളുകൾ നമുക്ക് വേപ്പൂർ കുറച്ച് കുറവപ്പോ 120 ആളുകളില്ല. അപ്പോൾ അവിടുത്തെ ആളുകൾ സ്പെൻഡ് ചെയ്ത് കൊണ്ട് വന്നു. ഇവിടെ 50, ധാരവാടത്ത് 50, മാത്തോടത്ത് 50, 45, അങ്ങനെ എല്ലാവരും ആളോട് കൂട്ടി എല്ലാവരും ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നല്ല സ്വാഗതം ചെയ്യാൻ വളരെ സന്തോഷത്തിൽ മാറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി അഭിഷേകം വിളിച്ചത്. പക്ഷേ മറ്റു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് അന്യമായിട്ട് രാവിലെ എത്തിയതാണ്. അത് എല്ലാ ആളുകളിലേക്കും എത്തിക്കണം എന്നുള്ള വളരെ ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടിയിട്ട് അവരിവിടെ എക്സലൻസ് വ്യാപിപ്പിച്ചു എന്നുള്ളതിന് അവർക്ക് ഏറ്റവും നല്ല ഒരു കയ്യടി കൊടുക്കാൻ നമുക്ക് തയ്യാറാവണം. ഏറ്റവും അവസാനം കോഴിക്കോട് സോൺ 4 പ്രോഗ്രാമുകളെ പങ്കെടുത്തവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ശ്രീകണ്ഠൻ നായരുടെ T4 TV വളരെ സ്വീകാര്യത എല്ലാ ഭാഗങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ 2400ഓളം സെന്ററുകളായി അത് വളർന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം പറയുകയാണെങ്കിൽ ഏകദേശം 650ഓളം യൂണിറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം. വലിയ സന്തോഷം കിട്ടും അങ്ങനെ കാണുന്നതിൽ. ഫസ്റ്റ് തന്നെ ഈ ആശയം വന്നത് അസീസിന്റെ ഒരു അഭിപ്രായത്തോടാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം, നമ്മുടെ പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ തറവാട്ടിൽ തുടങ്ങുന്നത്. ഒരു 10 ആളുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കാണുമ്പോൾ വലിയ സന്തോഷം. ഞാനിപ്പോ ട്രെയിനറായി അറിഞ്ഞു. ഒരുപാട് പ്രഷറുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പൊ ഒരുപാട് പ്രഷറെല്ലാം പോയി, വയറെല്ലാം പോയി. ഞാൻ ഒരുപാട് നടക്കുമായിരുന്നു. കളിക്കുന്നതിന് മുന്നേ ഒരുപാട് നടക്കുമായിരുന്നു. പക്ഷെ ഇതാണ് എനിക്ക് ഉത്തമം ഇപ്പൊ തോന്നി. നിങ്ങൾ എല്ലാവരും കഴിഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ 1-2 കൊല്ലത്തെ ഞാൻ ഡോക്ടറിൽ തന്നെ പോലെ അവസരം അറിയാം. ഡോക്ടേഴ്സ് പോലെ ഒരു അസുഖമില്ല, 2 അസുഖം മാറിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വരാത്തവരെ നിങ്ങൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഊരുവേദനായാലും കാലുവേദനായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ റഷീദ,